ചീര മോരൊഴിച്ച് കൂട്ടാൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് പറയാൻ പോണത്. ചുവന്ന ചീരയാണ് എടുത്തിട്ടുള്ളത്. അതാണ് മോരൊഴിച്ച് വയ്ക്കാൻ നല്ലത്. അത് നന്നായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയിട്ട് അതൊരു കുക്കറിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം അധികം ഒഴിക്കേണ്ട, ചീരയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ ഉണ്ടാവും. എന്നിട്ട് അത് അടച്ച് ഗ്യാസ് ഓൺ ചെയ്താൽ ഒരു വിസിൽ വന്നാൽ മതി. ഒരൊറ്റ വിസിലാണ് ചീരയുടെ ഇലയൊക്കെ നന്നായിട്ട് വെന്തുള്ളൂ. ഒരു വിസിൽ വന്നു. ആവി പോയ ശേഷം കുക്കറും മൂടി തുറക്കുക. ഇനി ഇതിലേക്ക് നാളികേരം, പച്ചമുളകോ ചുവന്ന മുളകോ പിന്നെ ജീരകം 3 കൂടി അരച്ചത് ചേർക്കുക. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടി നല്ലോണം ഇളക്കിയ ശേഷം ഗ്യാസ് ഓൺ ചെയ്യുക. ഇതൊന്ന് തിളച്ച് വരണം. നാളികേരം ഇട്ടതല്ലേ, അല്ലെങ്കിൽ പെട്ടെന്ന് കേട് വരും. ഒന്ന് തിളച്ച് വന്നാൽ പിന്നെ എനിക്ക് മോര് ഒഴിച്ച് കൊടുക്കാം. മോര് ആദ്യം തന്നെ ഒഴിച്ചാൽ ചിലപ്പോൾ മോര് ഇങ്ങോട്ട് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് മോര് ലാസ്റ്റ് ഒഴിച്ചാൽ മതി എന്ന്. മോരൊഴിച്ച് പുളിയൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഒഴിക്കുക. എനിക്ക് പുളി പോരാ, അതുകൊണ്ട് ലേശം കൂടി ഒഴിച്ചു. ഇനി അത് തിളയ്ക്കാൻ പാടില്ല. മോരൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കരുത്. പതഞ്ഞ് വരുന്ന സമയത്ത് ഇറക്കി വെച്ചിട്ട് കടുക് വറുത്തിടാം. അരിഞ്ഞ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ഇറക്കി വയ്ക്കാം. ഇനി ഇതിൽ തന്നെ ഒരു പാത്രം വെച്ച് നമുക്ക് അതിലേക്ക് കടുക് വറുത്തിടാം. കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഒക്കെ ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കത് കറിയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചീര മോര് കറി റെഡി. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.